ഹലോ, വെൽക്കം ടു മൈ ചാനൽ ക്യാംസ് കോപ്പറേറ്റീവ് ഡൈജസ്റ്റ്. ഇന്ന് നമ്മൾ എടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്, അതായത് കോപ്പറേറ്റീവ് ലോ എന്ന് പറയുന്ന ഏരിയയാണ്. അപ്പൊ നമ്മൾ ഇനി വരുന്ന കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് പരീക്ഷകൾക്ക് തയ്യാറെടുക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ തുടക്കം മുതൽക്ക് തന്നെയാണ് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിനെ കുറിച്ചുള്ള ഒരു ഏരിയ എടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ആക്ടിന്റെ പേര് നമുക്കറിയാം. എന്താണ് ആക്ടിന്റെ പേര്? കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് എന്നാണ്. എന്താണ് ആക്ടിന്റെ പേര്? കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. ഈ ആക്ട് ഏത് വർഷമാണ് നിലവിൽ വന്നത് എന്ന് എപ്പോഴും ചോദിക്കാറുണ്ട്. എക്സാമിന് എപ്പോഴും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഈ ആക്ട് ഏത് വർഷമാണ് നിലവിൽ വന്നത്? ഏത് വർഷമാണ്? 15/5/1969. ഏത് വർഷമാണ്? 15/5/1969 നോട്ടിഫിക്കേഷൻ നമ്പർ 24/314/C3/69, ഡേറ്റ് 12/5/1969 ഈ ആക്ടിന്റെ നോട്ടിഫിക്കേഷൻ ആണ് ഞാൻ പറഞ്ഞത്. നോട്ടിഫിക്കേഷൻ നമ്പർ 24/314/C3/69, ഡേറ്റ് 12/5/1969 നോട്ടിഫിക്കേഷന്റെ അടിസ്ഥാനത്തില് ഈ ആക്ട്, നമ്മുടെ ആക്ട് നിലവിൽ വന്ന വർഷം എന്ന് പറയുന്നത് 15/5/1969. ആക്ട് നമ്പർ 21 ആണ്. ആക്ട് നമ്പർ 21 ആണ്, കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. അപ്പൊ പൊതുവെ ഒരു ആക്ട് പാസ്സാക്കണമെങ്കിൽ നമുക്ക് ഗവർണർ ഒരു ഓർഡിനൻസിൽ അല്ലെങ്കിൽ ഒരു ബില്ലിൽ ഒപ്പുവെച്ചാൽ അത് ആക്ട് ആയിട്ട് മാറും. പക്ഷേ നമ്മുടെ ആക്ട്, കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പാസ്സാക്കുവാൻ വേണ്ടിയിട്ട് ഇറ്റ് നീഡ് ദ അസെന്റ് ഓഫ് ദ പ്രസിഡന്റ്. ആരുടെ അനുമതി വേണ്ടി വന്നു? പ്രസിഡന്റിന്റെ അനുമതിയോടുകൂടിയാണ് നമ്മുടെ ഈ ആക്ട് പാസ്സാക്കിയത്. അത് എന്തുകൊണ്ടാണ് പ്രസിഡന്റിന്റെ അനുമതി വേണ്ടി വന്നത് എന്ന് ചോദിച്ചാൽ, ഈ ആക്ടിന് മുമ്പുള്ള ഒരു ഹിസ്റ്റോറിക്കൽ എവല്യൂഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 15/5/1969 നിലവിൽ വരുന്നതിന് മുമ്പ് കേരള സംസ്ഥാനം എന്ന് പറയുന്നത് ഒരു 3 റീജിയനുകളായിട്ട് ഡിവൈഡ് ചെയ്ത് കിടക്കുമായിരുന്നു. അതിൽ ഒന്നാമത്തെ റീജിയൻ, അതായത് 2 പ്രിൻസ്ലി സ്റ്റേറ്റ്സും ഒരു റീജിയൻ വിച്ച് ആർ ഡയറക്ട്ലി അണ്ടർ ദ കൺട്രോൾ ഓഫ് ബ്രിട്ടീഷ് ഗവൺമെന്റ് ആണ്. ആ പ്രിൻസ്ലി സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് ഒന്ന് കൊച്ചിൻ ഏരിയ ആണ്, 2 ട്രാവൻകൂർ ഏരിയ ആണ്. അപ്പം കേരളത്തിൽ ആദ്യമായിട്ട് ഒരു സഹകരണ നിയമം വന്നത് കൊച്ചിൻ പ്രൊവിൻസിലാണ്. കൊച്ചിൻ പ്രൊവിൻസ് നമുക്ക് പറയാൻ പറ്റത്തില്ല, കൊച്ചിൻ പ്രിൻസ്ലി സ്റ്റേറ്റ്സിലാണ്. ആക്ടിന്റെ പേര് കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് എന്നാണ്, 1913. ദെൻ അടുത്ത പ്രൊവിൻസ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വരുന്നത് ട്രാവൻകൂർ ഏരിയയിലാണ്. ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഏത് വർഷമാണ്? 1914. രാജഗോപാലാചാരിയാണ് ഈ 2 സ്റ്റേറ്റിലും, 2 പ്രിൻസ്ലി സ്റ്റേറ്റ്സിലും കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പാസ്സാക്കുവാൻ വേണ്ടിയിട്ട് മുൻകെടുത്താരാണ്? രാജഗോപാലാചാരിയാണ്. അവിടുത്തെ ദിവാനായിരുന്നു രാജഗോപാലാചാരി. ദെൻ പിന്നീട് മലബാർ ഏരിയ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ഏരിയ വിച്ച് ഈസ് ഡയറക്ട്ലി അണ്ടർ ദ കൺട്രോൾ ഓഫ് ബ്രിട്ടീഷ് ഗവൺമെന്റ്. ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ വന്നിരുന്ന ഏരിയ ആണ് ഏത്? മലബാർ ഏരിയ. അപ്പൊ അതുകൊണ്ട് തന്നെ മലബാർ ഏരിയയിലെ പ്രാവർത്തി അല്ലെങ്കിൽ നിലവിലുണ്ടായിരുന്ന നിയമം എന്ന് പറയുന്നത് ഏതാണ്? മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1932 ആണ്. മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1932 ആണ്. പിന്നീട് 1949 തിരുക്കൊച്ചി സംസ്ഥാനം, അതായത് ട്രാവൻകൂർ കൊച്ചിൻ മെർജർ നടക്കുന്ന വർഷമാണ് ഏത്? 1949. അപ്പൊ ഈ 2 ഏരിയയും കൂടി പരസ്പരം മെർജ് ചെയ്യുന്ന സമയത്ത് 2 ഏരിയക്കും ഒരേപോലെ ബാധകമായിട്ടുള്ള ഒരു യൂണിഫോം കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ വേണമെന്നുണ്ടായി. അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്കും ട്രാവൻകൂർ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പാസ്സാക്കി 1951. That came into force on 1952. നമ്മുടെ ആക്ട് ഏതാണ്? കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 15/5/1969 പാസ്സാക്കുമ്പോഴത്തേക്കും കേരളത്തില് 2 കോപ്പറേറ്റീവ് നിയമങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന് ട്രാവൻകൂർ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1951, 2 മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1932. മദ്രാസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബിയോണ്ട് അവർ ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷൻ, അല്ലെ? നമ്മുടെ കേരളത്തിന്റെ വെളിയിൽ വരുന്ന ഒരു ഏരിയ ആണ് ഇത് മദ്രാസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ ആക്ട്, നമ്മുടെ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പാസ്സാക്കുവാൻ വേണ്ടിയിട്ട് പ്രസിഡന്റിന്റെ അനുമതി ആവശ്യമായിട്ട് വന്നത്.
അല്ലെങ്കിൽ ഗവർണറുടെ അനുമതിയോടുകൂടി ഒരു ആക്ട് നമുക്ക് പാസ്സാക്കിയാൽ മതി, ഒരു ആക്ട് പ്രാബല്യത്തിൽ വരും, ഗവർണർ സൈൻ ചെയ്താൽ മതി. പക്ഷേ നമ്മുടെ ആക്ട് ആരാണ്? പ്രസിഡന്റിന്റെ അനുമതിയോടുകൂടിയാണ് കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 15/5/1969 ആക്ട് നമ്പർ 21 ആയിട്ട് നിലവിൽ വരുന്നത്. നമ്മുടെ ആക്ടിൽ മൊത്തം ഉണ്ടായിരിക്കുന്ന സെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 110 ആണ്. 110 സെക്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ റൂൾസ് എന്ന് പറയുന്നത് 201 റൂൾസ് ആണ്. ഇതാണ് 110 സെക്ഷൻസും ഉണ്ട്, 201 റൂൾസും ഉണ്ട്. കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പാസ്സാക്കിയ സമയത്തെ കോഓപ്പറേറ്റീവ് മിനിസ്റ്റർ ആരാണെന്ന് പൊതുവെ കോഓപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡിന്റെയും അല്ലെങ്കിൽ PSCയുടെയും പരീക്ഷകളിൽ ചോദിക്കാറുണ്ട്. അതാരാണെന്ന് ചോദിച്ചാൽ PR കുറുപ്പാണ്, P രാവുണ്ണിക്കുറുപ്പാണ് ഈ കോഓപ്പറേറ്റീവ് ആക്ട് പാസ്സാക്കുന്നത്. കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പാസ്സാക്കുന്ന സമയത്തെ കോഓപ്പറേറ്റീവ് മിനിസ്റ്റർ ആരാണ്? PR കുറുപ്പാണ്. ആരാണ്? PR കുറുപ്പ്. ഓക്കെ, ഫസ്റ്റ് കോഓപ്പറേറ്റീവ് മിനിസ്റ്റർ ആരാണെന്ന് ചോദിച്ചാൽ അത് ജോസഫ് മുണ്ടശ്ശേരിയാണ്. ആരാണ് ഫസ്റ്റ് കോഓപ്പറേറ്റീവ് മിനിസ്റ്റർ? ജോസഫ് മുണ്ടശ്ശേരിയും. മിനിസ്റ്റർ അറ്റ് ദ ടൈം ഓഫ് എനാക്ട്മെന്റ് ഓഫ് കോഓപ്പറേറ്റീവ് ആക്ട്, കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് എന്ന് ചോദിച്ചാൽ അതാരാണ്? PR കുറുപ്പാണ്. അപ്പൊ മൊത്തം 110 സെക്ഷൻസ് ഉണ്ട്, 201 റൂൾസും ഉണ്ട്. അപ്പം അടുത്തൊരു ചോദ്യം വരും, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദി സെക്ഷൻ ആൻഡ് റൂൾസ്? ഈ സെക്ഷനും അല്ലെങ്കിൽ ആക്ടും റൂൾസും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നമ്മൾ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് അല്ലെങ്കിൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ലോ എടുക്കുമ്പോഴത്തേക്കും അവിടെ ആക്ടും ഉണ്ട്, റൂൾസും ഉണ്ട്. സോ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആക്ട് ആൻഡ് റൂൾസ്? ആക്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പാസ്ഡ് ഇൻ എയ്തർ ഇൻ പാർലമെന്റ് ഓർ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ആണ്. നിയമസഭയിലോ അല്ലെങ്കിൽ പാർലമെന്റിലോ ആണ് ആക്ട് പാസ്സാക്കുന്നത്. ദാറ്റ് ഗീവ്സ് എ സ്കെൽട്ടൺ ഓഫ് ദ ലോ. സ്കെൽട്ടൺ ഓഫ് ദ ലോ ഏതാണ്? ആക്ട് ആണ്. റൂൾസ് എന്ന് പറയുന്നത് വിച്ച് ആർ ഫ്രെയിംഡ് ബൈ ദ ഗവൺമെന്റ് ആണ്. ആരാ റൂൾസ് തയ്യാറാക്കുന്നത്? ഗവൺമെന്റ് ആണ്. നമ്മുടെ 110 സെക്ഷനകത്ത് 109ാമത്തെ സെക്ഷൻ പറയുന്നത് പവർ ടു മേക്ക് റൂൾസ് ആണ്. എന്താണ് പവർ ടു മേക്ക് റൂൾസ്? സെക്ഷൻ 109. അതും പ്രകാരം റൂള് തയ്യാറാക്കുന്ന അധികാരം ആർക്കാണ്? ഗവൺമെന്റിനാണ്. ആർക്കാണ് അധികാരം? സെക്ഷൻ 109 പ്രകാരം ഗവൺമെന്റിനാണ് റൂള് തയ്യാറാക്കാനുള്ള അധികാരം. അത് തന്നെ ചോദിക്കും, ഡാഷ് ഗീവ്സ് ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ റിഗാർഡിംഗ് ദ ആക്ട്, അല്ലെങ്കിൽ സെക്ഷനെ സംബന്ധിക്കുന്ന ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ എവിടെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ ഏതാണ്? റൂൾസിലാണ്. എവിടെയാണ്? റൂൾസ്. അപ്പൊ ബേസിക് ഡിഫറൻസ് എന്ന് പറയുന്നത് ആക്ട് പാസ്സാക്കുന്നത് എയ്തർ ഇൻ പാർലമെന്റ് ഓർ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ആണ്. റൂൾസ് തയ്യാറാക്കുന്ന ആരാണ്? ഗവൺമെന്റ് ആണ്. സോ ദാറ്റ് ഈസ് ദ ബേസിക് ഡിഫറൻസ് ബിറ്റ്വീൻ ആക്ട് ആൻഡ് റൂൾസ്. ആക്ടും റൂൾസും തമ്മിലുള്ള ബേസിക് ഡിഫറൻസ് അതാണ്. അപ്പൊ അങ്ങനെ മൊത്തം നമ്മുടെ ആക്ടിനകത്ത് 110 സെക്ഷൻസ് ഉണ്ട്, 201 റൂൾസ് ഉണ്ട്. ഈ 110 സെക്ഷൻസും അറേഞ്ച് ചെയ്തിരിക്കുന്നത് 16 ചാപ്റ്ററുകളായിട്ടാണ്. എത്രയാണ്? 16 ചാപ്റ്ററുകളിലായിട്ടാണ് 110 സെക്ഷൻസും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ സെക്ഷൻസ് നിലവിൽ വന്ന ഡേറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ ഏതാണ്? 15/5/1969 ആണ്. ഏതാണ്? 15/5/1969. പക്ഷെ റൂൾസ് നിലവിൽ വരുന്നത് 14/7/1969 എവിടെ? ഏത് ഡേറ്റ് ആണ്? 14/7/1969 എന്ത് നിലവിൽ വരുന്നത്? റൂൾസ് നിലവിൽ വരുന്നത് 14/7/1969 മൊത്തം 201 റൂൾസ് ഉണ്ട്. അപ്പൊ അതിനകത്ത് പറയുന്നുണ്ട് 14/7/1969 പ്രാബല്യത്തിൽ വരുന്ന റൂൾസ് എന്ന് പറയുന്നത് സെക്ഷൻ 80 ഏതാണ്? സെക്ഷൻ 80 അല്ലെങ്കിൽ ചാപ്റ്റർ 15. റൂള് ചാപ്റ്റർ ഏതാണ്? 15ാമത്തെ ചാപ്റ്റർ. അത് പറയുന്നത് എസ്റ്റാബ്ലിഷ്മെന്റിനെ കുറിച്ചാണ്. ഇതിനെ കുറിച്ചാണ് പറയുന്നത് എസ്റ്റാബ്ലിഷ്മെന്റ്. സെക്ഷൻ 80 അതാണ്, എസ്റ്റാബ്ലിഷ്മെന്റ് ആണ്. ആ റൂൾ ഒഴികെയുള്ള ബാക്കി എല്ലാ റൂളുകളുമാണ് എന്ന് നിലവിൽ വരുന്നത് 14/7/1969. റൂളിന്റെ നോട്ടിഫിക്കേഷൻ നമ്പർ എന്ന് പറയുന്നത് 35/649/C3/69 ആണ്. ഏതാണ്? 35/649 35,649/C3/69 ആണ്. ഡേറ്റഡ് 14/7/1969. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ചാപ്റ്റർ 15ന്റെ റൂള് ഈ ഡേറ്റിൽ നിലവിൽ വന്നില്ല. ചാപ്റ്റർ 15ന്റെ റൂള് ഏത് ഡേറ്റില്ല? 14/7/1969 നിലവിൽ വന്നില്ല. അല്ലെങ്കിൽ സെക്ഷൻ 80ന്റെ റൂള് 14/7/1969 നിലവിൽ വന്നില്ല. ആ റൂള് നിലവിൽ വരുന്നത് അല്ലെങ്കിൽ ചാപ്റ്റർ 15ന്റെ
അല്ലെങ്കിൽ റൂൾ ചാപ്റ്റർ നമ്മൾ പഠിക്കുമ്പോഴത്തേക്കും 15ാമത്തെ ചാപ്റ്റർ അത് നിലവിൽ വരുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 1/1/1974 ആണ്. ഏതാ ഡേറ്റ്? 1/1/1974 ഏതിന്റെ സെക്ഷൻ 80 എസ്റ്റാബ്ലിഷ്മെന്റിന്റെ റൂൾ നിലവിൽ വരുന്നത് 1/1/1974. ദെൻ അത് ഡേറ്റഡ് 27/9/1973 നോട്ടിഫിക്കേഷൻ ഡേറ്റ്. ഏതാണ്? 27/9/1973 നോട്ടിഫിക്കേഷന്റെ അടിസ്ഥാനത്തില് 1/1/1974 സെക്ഷൻ 80ന്റെ റൂള് നിലവിൽ വരുന്നത്. അല്ലെങ്കിൽ റൂളില ചാപ്റ്റർ 15 നിലവിൽ വരുന്ന ഡേറ്റ് ഏതാണ്? 1/1/1974. അപ്പൊ ആ റൂൾ ഒഴികെയുള്ള ബാക്കി എല്ലാ റൂളുകളും 14/7/1969 നിലവിൽ വന്നു. മൊത്തം 201 റൂൾസ് ആണുള്ളത്. ദെൻ അതില് ചാപ്റ്റർ 15 അതായത് എസ്റ്റാബ്ലിഷ്മെന്റ് റൂൾ നിലവിൽ വരുന്നത് 1/1/1974. ഏതാ ഡേറ്റ്? 1/1/1974. അപ്പൊ അങ്ങനെ മൊത്തം 110 സെക്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ 201 റൂൾസുമാണ് കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിനകത്തുള്ളത്. ഇതുകൂടാതെ സെക്ഷനോട് കൂടി 3 ഷെഡ്യൂളുകളുണ്ട്. അതിലൊന്ന് ഷെഡ്യൂൾ 1 എന്ന് പറയുന്നത് എന്താണ്? ദ ലിസ്റ്റ് ഓഫ് അപ്പെക്സ് ആൻഡ് സെൻട്രൽ സൊസൈറ്റി. ഏതാണ്? ദ ലിസ്റ്റ് ഓഫ് അപ്പെക്സ് ആൻഡ് സെൻട്രൽ സൊസൈറ്റി. അല്ലെങ്കിൽ വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ those societies in which the appointments are made by Kerala Public Service Commission, PSC നടത്തുന്ന അപ്പോയിന്റ്മെന്റ് നടത്തുന്ന കോഓപ്പറേറ്റീവ് സൊസൈറ്റികളുടെ ലിസ്റ്റ് ആണ് ഏത്? ഷെഡ്യൂൾ 1. ഷെഡ്യൂൾ 2 പറയുന്നത് സെക്ഷൻ 2ECC അതിൽ പറയുന്ന കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആണ്. ഏതാണ് പറയുന്നത്? കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആണ് സെക്കൻഡ് ഷെഡ്യൂളിൽ പറയുന്നത്. അടുത്തത് തേർഡ് ഷെഡ്യൂൾ 3. ഷെഡ്യൂൾ 3 പറയുന്നത് ടൈം ലിമിറ്റ് ആണ്. എന്താ പറയുന്നത്? ടൈം ലിമിറ്റ് അല്ലെങ്കിൽ പീരീഡ് ഓഫ് ലിമിറ്റേഷൻ. അപ്പം 110 സെക്ഷനോട് കൂടി 3 ഷെഡ്യൂൾസ് ഉണ്ട്. ദെൻ അതുപോലെ തന്നെ 201 റൂൾസിനോട് കൂടി 3 അപ്പൻഡിക്സും ഉണ്ട്. അതിൽ ആദ്യത്തത് അപ്പൻഡിക്സ് 1 ആണ്. അപ്പൻഡിക്സ് 1 എന്ന് പറയുന്നത് ബുക്സ് ആൻഡ് റെക്കോർഡ്സ് ടു ബി മെയിൻറ്റെയിൻഡ് ബൈ സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ ആൻഡ് സർക്കിൾ കോഓപ്പറേറ്റീവ് യൂണിയൻ ആണ്. എന്താണ്? ബുക്സ് ആൻഡ് റെക്കോർഡ്സ് ടു ബി മെയിൻറ്റെയിൻഡ് ബൈ സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ ആൻഡ് സർക്കിൾ കോഓപ്പറേറ്റീവ് യൂണിയൻ. നോർമലി ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബുക്സുകളും റെക്കോർഡുകളും സൂക്ഷിക്കേണ്ടത് പറയുന്നത് റൂൾ 29 ആണ്. എവിടെ പറയുന്നത്? റൂൾ 29 ബുക്സ് ആൻഡ് റെക്കോർഡ്സ് ടു ബി മെയിൻറ്റെയിൻഡ് ബൈ എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി. റൂൾ 31 പറയുന്നത് എത്ര നാള് ഇത് സൂക്ഷിക്കണം. ദ പീരീഡ് വിത്തിൻ വിച്ച് സച്ച് ബുക്സ് ആൻഡ് റെക്കോർഡ്സ് ടു ബി മെയിൻറ്റെയിൻഡ് അത് പറയുന്നത് എവിടെയാണ്? റൂള് 31. പക്ഷേ സർക്കിൾ കോഓപ്പറേറ്റീവ് യൂണിയന്റെയും സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയന്റെയും ബുക്സുകളെയും റെക്കോർഡുകളെയും കുറിച്ച് പറയുന്നത് റൂൾ 29 റൂൾ 31 അല്ല. അത് പറയുന്നത് എവിടെയാണ്? അപ്പൻഡിക്സ് 1 എവിടെയാ പറയുന്നത്? അപ്പൻഡിക്സ് 1 പറയുന്നത്. അടുത്തത് അപ്പൻഡിക്സ് 2 ആണ്. റൂള് 2F. എന്താണ്? റൂള് 2F എന്ന് പറയുന്ന ഡെഫിനിഷൻ ഏരിയ ആണ്. 2F പറയുന്നത് റൂള് 2F പറയുന്നത് എന്തിനെ കുറിച്ചാണ്? ഫോംസുകളെ കുറിച്ചാണ് പറയുന്നത്. എന്താണ്? ഫോംസ്. ആ ഫോംസുകൾ എവിടെയാണ് പറയുന്നത്? അപ്പൻഡിക്സ് 2 പറയുന്നത്. ഫോംസ് എവിടെയാ പറയുന്നത്? നമ്മുടെ ഈ ആക്ടും പ്രകാരമുള്ള രജിസ്ട്രേഷൻ ഫോം ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് ഏത് തരം ഫോമുകൾ ആയിക്കോട്ടെ ആ ഫോമുകളെ കുറിച്ച് പറയുന്ന റൂൾ ഏതാണ്? റൂള് 2F ആണ്. ദെൻ അടുത്തത് അപ്പൻഡിക്സ് 3. അപ്പം അപ്പൻഡിക്സ് 1 ബുക്സ് ആൻഡ് റെക്കോർഡ്സ് ടു ബി മെയിൻറ്റെയിൻഡ് ബൈ സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ ആൻഡ് സർക്കിൾ കോഓപ്പറേറ്റീവ് യൂണിയൻ. അപ്പൻഡിക്സ് 2 ഫോംസ് ആണ്. അപ്പൻഡിക്സ് 3 എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് സൊസൈറ്റീസ് അക്കോർഡിംഗ് ടു ടൈപ്പ് ആൻഡ് ഫിനാൻഷ്യൽ പൊസിഷൻ. എന്താണ് പറയുന്നത്? ക്ലാസിഫിക്കേഷൻ ഓഫ് സൊസൈറ്റീസ് അക്കോർഡിംഗ് ടു ടൈപ്പ് ആൻഡ് ഫിനാൻഷ്യൽ പൊസിഷൻ. അത് പറയുന്നത് എവിടെയാണ്? അപ്പൻഡിക്സ് 3 എവിടെയാ പറയുന്നത്? അപ്പൻഡിക്സ് 3 അപ്പൊ നോർമലി ഇതാണ് നമ്മുടെ ആക്ടിന്റെ ഏകദേശം ഒരു ഔട്ട്ലൈൻ എന്ന് പറയുന്നത്. ഏകദേശം നമ്മുടെ ആക്ടിന്റെ ഒരു ഔട്ട്ലൈൻ ഇതാണ്. മൊത്തം ആക്ട് 15/5/1969 110 സെക്ഷൻസ് 201 റൂൾസ്. സെക്ഷൻ നിലവിൽ വരുന്നത് 15/5/1969. റൂൾസ് വരുന്നത് 14/7/1969.
ഇതാണ് നമ്മുടെ ആക്ടിന്റെ ഏകദേശമുള്ള ഒരു ഔട്ട്ലൈൻ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ സെക്ഷൻസിന്റെ ഏരിയയും റൂളിന്റെ ഏരിയയും ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. സ്റ്റാർട്ട് ചെയ്ത് വെക്കുന്ന ഏരിയ രജിസ്ട്രേഷൻ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ആണ്. ഏതാണ്? രജിസ്ട്രേഷൻ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി. അപ്പൊ അതിൽ ആദ്യമേ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. രജിസ്ട്രേഷൻ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് മുമ്പായിട്ട് നമ്മൾ സെക്ഷൻസ് 1 എന്താണെന്ന് അറിയാം. സെക്ഷൻ 1 പറയുന്നത് ഷോർട്ട് ടൈറ്റിൽ, എക്സ്റ്റെൻഡ് ആൻഡ് കമൻസ്മെന്റ് ആണ്. എന്താ പറയുന്നത്? ഷോർട്ട് ടൈറ്റിൽ, എക്സ്റ്റെൻഡ് ആൻഡ് കമൻസ്മെന്റ്. നമ്മുടെ ആക്ടിന്റെ ഷോർട്ട് ടൈറ്റിൽ എന്താണ്? കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് എന്നാണ്. അതാണ് ആക്ടിന്റെ പേര്. എക്സ്റ്റെൻഡ്, അതിന്റെ ജൂറിസ്ഡിക്ഷൻ എവിടെയാണ് എന്ന് ചോദിച്ചാൽ ദ എൻറ്റയർ സ്റ്റേറ്റ് ഓഫ് കേരളയാണ്. കേരള സംസ്ഥാനം മുഴുവനാണ്. കമൻസ്മെന്റ് ഏത് ഡേറ്റ് മുതലാണ് ഈ ആക്ട് നിലവിൽ വരുന്നത് എന്ന് ചോദിച്ചാൽ 15/5/1969 ആക്ട് നമ്പർ 21 ആയിട്ടാണ് ഈ ആക്ട് നിലവിൽ വരുന്നത്. ഇതാണ് സെക്ഷൻ 1 പറയുന്നത്. ഓക്കെ, അപ്പൊ ഷോർട്ട് ടൈറ്റിൽ, എക്സ്റ്റെൻഡ് ആൻഡ് കമൻസ്മെന്റ് ആണ് ഇത് സെക്ഷൻ 1. അടുത്തത് സെക്ഷൻ 2 ആണ്, ഡെഫിനിഷൻസിന്റെ ഏരിയ. ഏതാണ് ഡെഫിനിഷന്റെ ഏരിയ? അത് സെക്ഷൻ 2 ആണ് ഡെഫിനിഷൻസ് പറയുന്നത്. അത് 2A മുതൽ U വരെയാണ് സെക്ഷന്റെ ഡെഫിനിഷൻ. ഏതാണ്? സെക്ഷൻ 2A മുതൽ 2U വരെ. 2A മുതൽ 2U വരെയാണ് സെക്ഷന്റെ ഡെഫിനിഷൻസ്. റൂളിന്റെ ഡെഫിനിഷൻ പറയുന്നത് റൂള് 2 തന്നെയാണ്. അത് സ്റ്റാർട്ട് ചെയ്യുന്നത് റൂള് 2A മുതൽ 2K വരെ. ഏതാണ്? വർക്കിംഗ് ക്യാപിറ്റൽ വരെ. റൂള് 2A മുതൽ റൂള് 2K വരെയാണ് റൂളിന്റെ ഡെഫിനിഷൻസ്. ഓക്കെ, അപ്പം സെക്ഷൻ 2 അത് റൂള് 2 ആയാലും ഇതിനെ കുറിച്ച് എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ഡെഫിനിഷൻസിനെ കുറിച്ചാണ് പറയുന്നത്. അടുത്തത് സെക്ഷൻ 3. സെക്ഷൻ 3 ഡെഫിനിഷൻ ഏരിയ നമ്മൾ പഠിക്കുമ്പോഴത്തേക്കും 2P ആരാണ്? P രജിസ്ട്രാർ ആണ്. സെക്ഷൻ 3 പറയുന്നത് രജിസ്ട്രാറെ കുറിച്ചാണ്. 3(1) ആരാണ് രജിസ്ട്രാറെ അപ്പോയിന്റ് ചെയ്യുന്നത് പറയുന്നുണ്ട്. ആരാ അപ്പോയിന്റ് ചെയ്യുന്നത്? ദ ഗവൺമെന്റ് മേ അപ്പോയിന്റ് എ പേഴ്സൺ ടു ബി ദ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. അത് ഓർത്തു വെക്കണം, മുമ്പ് ചോദിച്ചിട്ടുണ്ട്. രജിസ്ട്രാർ അപ്പോയിന്റ് ചെയ്യുന്ന ആരാണ്? ഗവൺമെന്റ് ആണ്. ഗവൺമെന്റ് ആണ് രജിസ്ട്രാറെ അപ്പോയിന്റ് ചെയ്യുന്നത്. ദെൻ 3 സബ്സെക്ഷൻ 2 പറയുന്നുണ്ട്. എന്താ പറയുന്നത്? ദ ഗവൺമെന്റ് മേ ബൈ ജനറൽ ഓർ സ്പെഷ്യൽ ഓർഡർ confer on any person all or any of the powers of registrar. എന്താണ്? The government may by general or special order confer on any person all or any of the powers of registrar. അത് പറയുന്നത് എവിടെയാണ്? സെക്ഷൻ 3 സബ്സെക്ഷൻ 2. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി ഓഫ് രജിസ്ട്രാർ. അങ്ങനെ രജിസ്ട്രാറുടെ അധികാരങ്ങൾ പകർന്നു കിട്ടുന്ന ആൾക്കാരെ വിളിക്കുന്ന പേര് ഫങ്ഷണൽ രജിസ്ട്രാർ എന്നാണ്. എന്താ വിളിക്കുന്നത്? ഫങ്ഷണൽ രജിസ്ട്രാർ. സെക്ഷൻ 3 സബ്സെക്ഷൻ 2. ഫോർ എക്സാമ്പിൾ ഡയറക്ടർ ഡയറി, ഡയറക്ടർ ഫിഷറീസ്, ഡയറക്ടർ ഇൻഡസ്ട്രീസ്, ഡയറക്ടർ ഹാൻഡ്ലൂം ഡെവലപ്മെന്റ്. ഓക്കെ, അതുപോലെ സെക്രട്ടറി ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ്. ഇതൊക്കെ ആരാണ്? ഫങ്ഷണൽ രജിസ്ട്രാർ ആണ്. അല്ലെങ്കിൽ രജിസ്ട്രാറുടെ അധികാരങ്ങൾ കൺഫർ ചെയ്ത് കിട്ടിയ ആൾക്കാരാണ്. അപ്പൊ അത് പറയുന്നത് എവിടെയാണ്? സെക്ഷൻ 3 സബ്സെക്ഷൻ 2 എവിടെയാ പറയുന്നത്? സെക്ഷൻ 3 സബ്സെക്ഷൻ 2 ആരെ കുറിച്ച് പറയുന്നത്? ഫങ്ഷണൽ രജിസ്ട്രാറെ കുറിച്ച് പറയുന്നത്. അടുത്ത നമ്മൾ പഠിക്കുന്ന സെക്ഷൻ 4 ആണ്. എന്താണ് സെക്ഷൻ 4? ഒബ്ജക്ട് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി. എന്താണ് പറയുന്നത്? ഒബ്ജക്ട് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി. സെക്ഷൻ 4 അതിൽ പറയുന്നുണ്ട് നോ സൊസൈറ്റി ഷാൾ ബി രജിസ്റ്റേർഡ് ഇൻ വിച്ച് the object of which is the promotion of economic interest of the members as well as the public in accordance with the cooperative principles. അതായത് സഹകരണ തത്വങ്ങൾക്ക് വിധേയമായി മെമ്പേഴ്സിന്റെയും സമൂഹത്തിന്റെയും സാമ്പത്തികപരവും സാമൂഹ്യപരവുമായിട്ടുള്ള ഉന്നമനത്തിനു വേണ്ടിയിട്ടല്ലാതെയുള്ള ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയും എന്ത് ചെയ്യാൻ പാടില്ല? രജിസ്റ്റർ ചെയ്യാൻ പാടില്ല. അല്ലെങ്കിൽ എങ്ങനെയുള്ള സൊസൈറ്റികളെ രജിസ്റ്റർ ചെയ്യാം എന്ന് ചോദിച്ചാൽ എങ്ങനെയാ പറയുന്നത്? ദ ഒബ്ജക്ട് ഓഫ് വിച്ച് ഈസ് ദ പ്രൊമോഷൻ ഓഫ് എക്കണോമിക് ഇൻട്രസ്റ്റ് ഓഫ് ദ മെമ്പേഴ്സ് ആസ് വെൽ ആസ് ദ പബ്ലിക് ഇൻ അക്കോർഡൻസ് വിത്ത് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്. കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിന് വിധേയമായി മെമ്പേഴ്സിന്റെയും സമൂഹത്തിന്റെയും അല്ലെങ്കിൽ പബ്ലിക്കിന്റെയും സാമൂഹ്യപരവും സാമ്പത്തികപരവുമായിട്ടുള്ള ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റികൾ വേണം എന്ത് ചെയ്യാൻ? രജിസ്റ്റർ ചെയ്യാൻ.
അത് പറയുന്നത് എവിടെയാണ്? സെക്ഷൻ 4 സൊസൈറ്റീസ് വിച്ച് മേ ബി രജിസ്റ്റേർഡ് അല്ലെങ്കിൽ ഒബ്ജക്ട് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി എവിടെയാണ് പറയുന്നത്? സെക്ഷൻ 4 പറയുന്നത്. അടുത്തത് സെക്ഷൻ 5. എന്താണ് സെക്ഷൻ 5? രജിസ്ട്രേഷൻ ഓൺലി വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി. എന്താണ് പറഞ്ഞത്? രജിസ്ട്രേഷൻ ഓൺലി വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി. ക്ലിപ്ത ബാധ്യതയോടുകൂടിയുള്ള സൊസൈറ്റികൾ വേണം എന്ത് ചെയ്യാൻ? രജിസ്റ്റർ ചെയ്യാൻ. എങ്ങനെയുള്ള ബാധ്യതയാണ്? ക്ലിപ്ത ബാധ്യത, ലിമിറ്റഡ് ലയബിലിറ്റിയോട് കൂടിയുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റികൾ വേണം എന്ത് ചെയ്യാൻ? രജിസ്റ്റർ ചെയ്യാൻ. ഇതുകൂടാതെ സെക്ഷൻ 5 സബ്സെക്ഷൻ 2 പറയുന്നുണ്ട് എന്താണ്? ദ വേർഡ് ലിമിറ്റഡ് ഓർ ഇറ്റ്സ് ഈക്വലന്റ് ഇൻ എനി ഇന്ത്യൻ ലാംഗ്വേജ് ഷാൾ ബി ദ ലാസ്റ്റ് വേർഡ് ഇൻ ദ നെയിം ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി. എന്താണ് പറഞ്ഞത്? ദ വേർഡ് ലിമിറ്റഡ് ഓർ ഇറ്റ്സ് ഈക്വലന്റ് ഇൻ എനി ഇന്ത്യൻ ലാംഗ്വേജ്. ഇന്ത്യയിലെ ഏതെങ്കിലും ലാംഗ്വേജ് പ്രകാരമുള്ള, അല്ലെങ്കിൽ ഇപ്പൊ മലയാളം ആണെങ്കിൽ മലയാളം, അത് പ്രകാരമുള്ള വാക്കായിരിക്കണം ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പേരിന്റെ ഏറ്റവും അവസാനം. അത് പറയുന്നത് എവിടെയാണ്? സെക്ഷൻ 5 സബ്സെക്ഷൻ 2 പറയുന്നത്. ദ വേർഡ് ലിമിറ്റഡ് ഓർ ഇറ്റ്സ് ഈക്വലന്റ് ഇൻ എനി ഇന്ത്യൻ ലാംഗ്വേജ് ഷാൾ ബി ദ ലാസ്റ്റ് വേർഡ് ഇൻ ദ നെയിം ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഇതാണ് ഏത്? സെക്ഷൻ 5. ഓക്കെ.